എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ടൂ വീലറുകൾ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരോട് ആണ് എനിക്ക് ഇന്നത്തെ സന്ദേശം കൊടുക്കാനായിട്ടുള്ളത്. സ്കൂട്ടറും ബൈക്കും ഓടിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് കൊറോണ കാലത്ത് ധാരാളം വാഹനങ്ങൾ, ടൂ വീലറുകളുണ്ടായി. ജോലി സ്ഥലത്ത് പോകാൻ എളുപ്പമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകാൻ എളുപ്പമുണ്ട്. രണ്ടുപേര് യാത്ര ചെയ്യുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അത്രയും പൈസയാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വാഹനമാണ് ടൂ വീലർ. അത് നല്ലവണ്ണം പ്രയോജനപ്പെടുത്തുന്ന ധാരാളം ആളുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ചെറുപ്പക്കാരായിട്ട് ആളുകളും ധാരാളമുണ്ട്. എന്നാൽ ചുരുക്കം ചിലർ അലക്ഷ്യമായിട്ട് വാഹനം കൊണ്ട് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ആളുകൾ, കുട്ടികൾ വാഹനം ഓടിക്കുന്നുണ്ട്, മാതാപിതാക്കളിന് അവസരം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു കാര്യമാണ്. വാഹനം ഓടിച്ച് പഠിക്കണമെങ്കിൽ അവരവരുടെ കോമ്പൗണ്ടിൽ കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൗണ്ടിൽ ഓടിച്ച് പഠിക്കുന്നതിൻ്റെ തെറ്റില്ല. പക്ഷേ പബ്ലിക് റോഡിലൂടെ ഇങ്ങനെ കൊടുത്തു വിടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. മാത്രമല്ല, അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ, മയക്കുമരുന്ന് ഓടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ ഒക്കെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു കുട്ടി വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചുകൊണ്ട് വന്ന് പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വന്ന് വലിയ അപകടം ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. അത് സഡൻ ബ്രേക്കിട്ട് നിന്നതുകൊണ്ട് അപകടം ഒഴിവായി. ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, വളരെ ഒരു കൊച്ചു കുട്ടിയാണ്. എന്താണ് മാതാപിതാക്കൾ വാഹനം കൊടുത്തു വിട്ടു, എന്തോ ധൃതിയിൽ ഭയങ്കരമായ വേഗതയിൽ വാഹനം ഓടിച്ചു വരികയാണ്. പതുക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല. കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യമില്ലെന്ന് തോന്നുന്നു. ഇടവഴിയിൽ നിന്നൊക്കെ ചാടിക്കയറി വന്ന് പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ വരുമ്പോൾ എന്തെല്ലാം അപകടങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ചുരം കയറി പോകുമ്പോൾ, വളവ് തിരിഞ്ഞ് കയറി പോകുന്ന സ്ഥലത്ത് വലിയ വളവിലൂടെയൊക്കെ പോകുമ്പോൾ മുമ്പിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ചെറിയ വാഹനങ്ങൾ പലപ്പോഴും അത് റിവേഴ്സ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അല്പം ഗ്യാപ്പ് ഇട്ട് നിർത്തിയാണ് പോകുന്നത്. അങ്ങനെ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഗ്യാപ്പിലൂടെ ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും ഓവർടേക്ക് ചെയ്ത് വളവിലൂടെ കയറിപ്പോകുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ടായിട്ടുള്ളത്, ഒരു ബസ്സിനടിയിൽപ്പെട്ട ഒരാൾ വാഹനം അപകടത്തിലാകുകയും ആൾ മരിച്ചു പോവുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അതുപോലെ വലിയൊരു ലോറിയുടെ സൈഡിൽ കൂടെ പെട്ടെന്ന് കയറിപ്പോയി അവിടെ അപകടമുണ്ടായി. ലോറി ഡ്രൈവർമാർക്കും ബസ് ഡ്രൈവർമാർക്കും വലിയ ട്രെയിനിങ് പോകുമ്പോൾ വാഹനം വളരെ ശ്രദ്ധയോടെ ഓടിക്കുമ്പോൾ സൈഡിൽ കൂടെ അൺഎക്സ്പെക്റ്റഡായിട്ട് കയറി വരുന്ന ആളുകളെ അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയിൽ വേണം പോകാനായിട്ട്. ഒരു അല്പക്ഷമ കാണിച്ച് പുറകെ നിൽക്കാതെ കിട്ടുന്ന ഗ്യാപ്പിലൂടെ ചെറിയ വണ്ടിയാണല്ലോ എന്നോർത്ത് ഓടിച്ച് കയറി പോകാമെന്ന് വിചാരിക്കുമ്പോൾ അത് നമുക്ക് പലപ്പോഴും അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർ, അതുപോലെ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓടിക്കുന്നവരൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ രണ്ട് വീലുള്ളൊരു വാഹനമാകുമ്പോൾ അമിത വേഗതയിൽ പോകുമ്പോൾ പെട്ടെന്ന് ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ഒരു മരച്ചില്ലയോ ഒരു തെങ്ങിലെ തേങ്ങായോ എന്തെങ്കിലും റോഡിലേക്ക് വീണെങ്കിൽ വലിയ അപകടമായിരിക്കും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയില്ല. മാത്രമല്ല, റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പലപ്പോഴും റോഡിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരാറുണ്ട്. അതിപ്പോൾ പട്ടിയായിട്ടും പൂച്ചയായിട്ടും അല്ലെ പാമ്പ് ഒക്കെ റോഡ് ക്രോസ് ചെയ്ത് പെട്ടെന്ന് വരാറുണ്ട്. പെട്ടെന്ന് നമ്മൾ ഭയപ്പെട്ട് വണ്ടി ചവിട്ടുമ്പോൾ നിൽക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇടവഴിയിലും ചെറിയ റോഡിലൂടെ പോകുമ്പോൾ പലയിടത്തും ഫാന എടുത്തിട്ട് മൂടാതെ കിടക്കുന്നവരുണ്ട്, റോഡ് മോശമായിട്ട് കിടക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് സ്കിഡ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് ഒരു ന്യായമായ വേഗതയിൽ ഓരോ റോഡിനും അനുയോജ്യമായ വേഗതയിൽ പോകാനായിട്ട് ശ്രദ്ധിച്ചാൽ ഒത്തിരി അപകടങ്ങൾ ഒഴിവാക്കാം. പലപ്പോഴും ടൂ വീലറിൻ്റെ അപകടം ഉണ്ടാകുന്നതെല്ലാം ഇടവഴിയിൽ നിന്ന് ശ്രദ്ധിക്കാതെ, ഇടം വലം നോക്കാതെ റോഡിലേക്ക് വന്നു കയറുമ്പോൾ റോഡിലൂടെ മെയിൻ റോഡിൽ പോകുന്ന വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ ഇപ്പോൾ കൂടുതൽ കാണുന്നത് രണ്ട് വാഹനങ്ങൾക്ക് ഇടയിൽപ്പെട്ടു പോകുന്നത്. അത് രണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെയുള്ള ഗ്യാപ്പിലൂടെ കയറി പോകാൻ ശ്രമിക്കുന്ന അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചില ചെറുപ്പക്കാരുണ്ട്. അതൊക്കെ പലപ്പോഴും നമ്മുടെ ജീവന് അപകടമാണ് ഉണ്ടാക്കുന്നത്. ഒരു ജോലിക്ക് പോകുന്ന പയ്യന് ടൂ വീലർ വാങ്ങിച്ച് എളുപ്പമാണല്ലോ എന്ന് ഓർത്ത് പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്ത് മോടയ്ക്കകത്ത് വീണ് തളർന്ന് കിടക്കുന്നത് കാണാനിട്ടിടയായി. മറ്റൊരാളൊരു തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വന്ന വഴിക്ക് സ്കിഡ് ചെയ്ത് ഓവർ സ്പീഡിൽ വന്ന് വേറെ വാഹനം വന്ന് ഇടിച്ച് അതും കോമാ സ്റ്റേജിൽ കിടക്കുന്നത് കാണാനിടയായി.
ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് തല മാത്രമല്ലേ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പടച്ചട്ടയോ അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് ശരീരത്തിന് ഉണ്ടാകുന്ന ഹേമങ്ങൾ, ദണ്ണങ്ങൾ നമ്മുടെ ആയുഷ്പര്യന്തം നമ്മളെ അത് ബാധിക്കും.